Hi friends, welcome to my channel. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ക്ലാസ് 6 ജോഗ്രഫി ആണ്. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 5 ആണ്, മേജർ ഡൊമൈൻസ് ഓഫ് ദി എർത്ത്. അതായത് നമ്മൾ നോക്കുന്നത് എർത്തിനെ കുറിച്ചാണ്. എർത്തിലെ പ്രധാനമായിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ്, അതുപോലെ കോണ്ടിനെന്റ്സ് ഭൂഖണ്ഡങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുകൂടാതെ അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. സോ നമുക്കറിയാം മെയിനായിട്ടും ഭൂമിക്ക് 3 കമ്പോണൻസ് ആണ് ഉള്ളത്. അതായത് ലിത്തോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, അതുപോലെ അറ്റ്മോസ്ഫിയർ. ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് സോളിഡ് പോർഷൻസ് ആണ്. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഭൂമിയിൽ കാണപ്പെടുന്ന പാറകൾ, കല്ലുകൾ, അതുപോലെ നമ്മുടെ മണ്ണ്, ഇതെല്ലാം നമ്മൾ ലിത്തോസ്ഫിയർ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇതുകൂടാതെ നമ്മുടെ ഭൂമിയിലെ വാട്ടർ ബോഡീസ്, ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം കുളം, കായലുകളുണ്ട്, സമുദ്രങ്ങളുണ്ട്, അതുപോലെ മഞ്ഞുണ്ട്. ഈ ഓൾ വാട്ടർ ബോഡീസ്, എല്ലാ വാട്ടർ ബോഡീസും ഉൾപ്പെടുന്നതിനെയാണ് നമ്മൾ ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുന്നത്. ഇനി അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഗ്യാഷ്യസ് ലെവൽ, അതായത് നമ്മുടെ ഭൂമിയെ ആവരണം ചെയ്ത് നിൽക്കുന്ന ഗ്യാഷ്യസ് ലെവലാണ്. അവിടെ നമുക്ക് ഓക്സിജൻ, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഇതുപോലുള്ള പ്രധാനപ്പെട്ട ഗ്യാസുകളെല്ലാം നമുക്ക് കിട്ടുന്ന ആ ലെവലിനെയാണ് നമ്മൾ പറയുന്നത്, ലെയറിനെയാണ് നമ്മൾ പറയുന്നത് അറ്റ്മോസ്ഫിയർ എന്ന്. സോ ഈ 3 കമ്പോണൻസ് അഥവാ ലിത്തോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, അതുപോലെ അറ്റ്മോസ്ഫിയർ, ഈ 3 കമ്പോണൻസ് വളരെ അത്യാവശ്യമാണ് നമ്മുടെ എർത്തിൽ അല്ലെങ്കിൽ ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്. സോ ഇത് 3 ചേരുന്നതിനെയാണ് നമ്മൾ ബയോസ്ഫിയർ എന്ന് പറയുന്നത്. സോ നമുക്കറിയാം മറ്റ് ഗ്രഹങ്ങൾ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം അവിടെ ഈ 3 കാര്യങ്ങളും അതുപോലെ ഈ 3 കമ്പോണൻസും ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ ലൈഫ് നിലനിൽക്കുകയുള്ളൂ. സോ ഇതില്ലാത്തത് കൊണ്ടാണ് മറ്റ് ഗ്രഹങ്ങളിൽ നമ്മൾ ജീവന്റെ തുടിപ്പ് ഉള്ളതായിട്ട് കണ്ടുപിടിക്കാൻ പറ്റാത്തത്. ഫോർ എക്സാമ്പിൾ നമുക്ക് ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് വെള്ളം വളരെ അത്യാവശ്യമാണ്. അതുപോലെ പാർപ്പിടത്തിന് വേണ്ടിയിട്ടാകട്ടെ, മറ്റു കാര്യങ്ങൾക്ക് ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ടാകട്ടെ സോയിൽ നിർബന്ധമാണ്. സോ അറ്റ്മോസ്ഫിയർ നമുക്ക് ഓക്സിജന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിന് വേണ്ടിയിട്ട് നമുക്ക് അറ്റ്മോസ്ഫിയറും ആവശ്യമാണ്. സോ ഇത് 3 അടങ്ങുന്നതിനെയാണ് നമ്മൾ പറയുന്നത് ബയോസ്ഫിയർ. സോ ഈ ബയോസ്ഫിയർ അല്ലെങ്കിൽ ഇത് 3 ഘടകങ്ങളുമുള്ള ഒരേ ഒരു ഗ്രഹമാണ് എർത്ത്. ദെൻ നമുക്ക് നോക്കാം ഓരോ ഘടകങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ലിത്തോസ്ഫിയർ ആണ് ആദ്യത്തെ. സോ ഇതിൽ ലിത്തോസ്ഫിയർ നമ്മൾ പറഞ്ഞതുപോലെ സോളിഡ് പോർഷൻ ആണ്. ഇത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഭൂമിയിലെ പാറക്കല്ലുകൾ, അതുപോലെ സോയിൽ, മണ്ണ്, ഇതിന് നമ്മൾ എന്തായിട്ട് കൂട്ടുന്നത്, ലിത്തോസ്ഫിയർ ആയിട്ടാണ് കൂട്ടുന്നത്. ഈ ലിത്തോസ്ഫിയർ തന്നെ നമ്മൾ മെയിൻ ആയിട്ടും 2 ആയിട്ട് തിരിച്ചിട്ടുണ്ട്, 2 രീതിയിലുണ്ട്. ഒന്ന് കോണ്ടിനെന്റ്സ്, അതായത് ലാൻഡ് മാസ്. ലാൻഡ് മാസ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ഭൂഖണ്ഡങ്ങളെല്ലാം നമ്മൾ ലാൻഡ് മാസ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ലാൻഡ് ഏരിയ ആണ്. ഇതിന് നമ്മൾ എന്ത് പറയുന്നു, കോണ്ടിനെന്റ്സ് എന്നാണ് പറയുന്നത്. ഇത് കൂടാതെ ഓഷ്യൻസ് ഉണ്ട്. സോ ഓഷ്യൻസ് അല്ലെങ്കിൽ സമുദ്രങ്ങളെല്ലാം നമ്മൾ മറ്റൊരു ഘടകമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് രണ്ടും ലിത്തോസ്ഫിയറിൻ്റെ ഭാഗം തന്നെയാണ്. ഇനി ലെവൽ ഓഫ് സീ വാട്ടർ, നമ്മൾ ഓഷ്യൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ എലിവേഷൻ അല്ലെങ്കിൽ ആ സ്ഥലത്തിൻ്റെ ഉയരം നമ്മൾ നോക്കുന്നത് ആ സ്ഥലം എത്രമാത്രം സമുദ്രത്തിൽ നിന്നും ഉയരത്തിലാണെന്നാണ് നോക്കുന്നത്. ഇത് മെയിനായിട്ടും സമുദ്രത്തിൻ്റെ വാട്ടർ ലെവൽ എല്ലായിടത്തും ഒരുപോലെയാണ്. ഇതിന് നമ്മൾ 0 ആയിട്ട് കണക്കാക്കപ്പെടുന്നു, സമുദ്രത്തിൻ്റെ വാട്ടർ ലെവലിനെ. ഈ വാട്ടർ ലെവൽ അല്ലെങ്കിൽ സീ വാട്ടറിൻ്റെ ലെവലാണ് നമ്മൾ ഒരു സ്ഥലത്തിൻ്റെ ഉയരം കണക്കാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഏറ്റവും വലിയ ഉയരം കൂടിയ മൗണ്ടൻ അല്ലെങ്കിൽ മല എന്ന് പറയുന്നത് എന്താണ്, എവറസ്റ്റ്. ഈ എവറസ്റ്റിന്റെ ഉയരം എന്ന് പറയുന്നത് 8848 മീറ്റർ ആണ്. സോ ഇത് നമ്മൾ സമുദ്രനിരത്തിൽ നിന്നുള്ള ഉയരത്തെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഗർത്തം അല്ലെങ്കിൽ മരിയാന ട്രെഞ്ച് എന്ന് പറയുന്നത് പസഫിക് ഓഷ്യനിലെ ഒരു ഗർത്തമാണ്. ഈ ഗർത്തം നമ്മൾ നോക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്ന്, അതായത് 0 സമുദ്രനിരപ്പിൽ നിന്നും താഴോട്ട് 11,000 അതായത് 11,000 മീറ്ററോളം, അതായത് മൗണ്ട് എവറസ്റ്റിനേക്കാളും കൂടുതൽ സമുദ്രത്തിനടിയിലോട്ട് ഗർത്തമുള്ളതാണ് മരിയാന ട്രെഞ്ച്, അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ട്രെഞ്ച് ആയിട്ട് അറിയപ്പെടുന്നത്. സോ ഇത് രണ്ടും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് സീ വാട്ടറിൻ്റെ ലെവൽ അനുസരിച്ചാണ്. സോ ഈ സീ വാട്ടർ ലെവലിൽ നിന്നും ഒരു സ്ഥലത്തിനുള്ള ഉയരത്തെയും താഴ്ചയെയുമാണ് നമ്മൾ മെഷർമെൻറ്റിനായിട്ട് അല്ലെങ്കിൽ ലാൻഡ് എലിവേഷനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ കോണ്ടിനെന്റ്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം കോണ്ടിനെന്റ്സ് ഏതൊക്കെയാണ്, മേജർ കോണ്ടിനെന്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. സോ നമുക്ക് കോണ്ടിനെന്റ്സിനെ കുറിച്ച് നോക്കാം. സോ നമ്മൾ നോക്കാൻ പോകുന്നത് കോണ്ടിനെന്റ്സ് ആണ്. കോണ്ടിനെന്റ്സ് നമുക്കറിയാം പ്രധാനമായിട്ടും
7 മേജർ കോണ്ടിനെന്റ്സ് ആണ് നമുക്കുള്ളത്. ഈ കോണ്ടിനെന്റ്സ് എല്ലാം തരം തിരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് വാട്ടർ ബോഡീസ് കൊണ്ടാണെന്നാണ് പറയുന്നത്. വാട്ടർ ബോഡീസ് നമുക്കറിയാം പസഫിക് ഓഷ്യൻ, അറ്റ്ലാന്റിക് ഓഷ്യൻ, ഇന്ത്യൻ ഓഷ്യൻ, അതുപോലെ നോർത്ത് പസഫിക് ഓഷ്യൻ, ആർട്ടിക് ഓഷ്യൻ, അന്റാർട്ടിക്ക, സൗത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ. സോ ഈ ഓഷ്യൻസ് വെച്ചാണ് നമ്മൾ ഈ കോണ്ടിനെന്റ്സിനെ തരം തിരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് മേജർ കോണ്ടിനെന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ കോണ്ടിനെന്റ്സ് ആണ് ഏഷ്യ. സോ നമുക്കെല്ലാം അറിയാം ഏഷ്യ, അതായത് റഷ്യ ഉൾപ്പെടുന്ന ഈ ഭാഗം. ഇവിടെ ഒരു മൗണ്ടൻ ഉണ്ട്, ഉരാൽ മൗണ്ടൻ എന്ന് പറയുന്ന. ഈ മൗണ്ടൻ ഉൾപ്പെടെ നമ്മുടെ മിഡിൽ ഈസ്റ്റ്, സെൻട്രൽ ഏഷ്യ, അതുപോലെ വെസ്റ്റ് ഏഷ്യ ഉൾപ്പെടുന്ന ഇറാഖ്, സൗദി അറേബ്യ, ഇന്ത്യ ഉൾപ്പെടുന്ന ഒന്നാമത്തെ ഭൂഖണ്ഡമാണ് ഏഷ്യ. ഏഷ്യ മുതൽ നമുക്കറിയാം യൂറോപ്പിന്റെ സൈഡിൽ നിന്ന് സൗദി അറേബ്യ, ഇന്ത്യ, അതുപോലെ ഇന്തോനേഷ്യ, ഫിലിപ്പൈൻ, ഈ മേഖലയാണ് നമ്മുടെ ഏഷ്യ ഉൾപ്പെടുന്നത്. അതുപോലെ രണ്ടാമത്തെയാണ് യൂറോപ്പ്. യൂറോപ്പ് എന്ന് പറയുന്നത് ഈ ഭാഗത്തെയാണ് നമ്മൾ യൂറോപ്പ് എന്ന് പറയുന്നത്, രണ്ടാമത്തെ ഭൂഖണ്ഡം. അതുകൂടാതെ ആഫ്രിക്ക മൂന്നാമത്തെയാണ്, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, അതുകൂടാതെ ഓസ്ട്രേലിയ, ഇതാണ് ഓസ്ട്രേലിയ, അതുപോലെ അന്റാർട്ടിക്ക. സോ ഇതാണ് മെയിൻ ആയിട്ടുള്ള 7 കോണ്ടിനെന്റ്സ്. ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, ഓസ്ട്രേലിയ ആൻഡ് അന്റാർട്ടിക്ക. ഇനി നമുക്ക് ഈ ഓരോ ഭൂഖണ്ഡത്തിന്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഏഷ്യ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഭൂഖണ്ഡമാണ്. നമ്മുടെ ഇന്ത്യ, അയൽരാജ്യങ്ങളായ ചൈന, അതുപോലെ ഇന്തോനേഷ്യ, ഫിലിപ്പൈൻസ്, ഇവിടെ നോക്കുകയാണെങ്കിൽ സൗദി അറേബ്യ, ഇറാൻ, ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് ഏഷ്യ എന്ന് പറയുന്നത്. ഇതാണ് ഈസ്റ്റേൺ ഹെമിസ്ഫിയറിലാണ്. നമ്മൾ ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ് ഹെമിസ്ഫിയേഴ്സ് ഏതൊക്കെയാണെന്ന് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഗ്ലോബ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ. സോ ആ ചാപ്റ്റർ കാണുക. ഇവിടെ റഫായിട്ട് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതാണ് നോർത്തേൺ ഏരിയ. സോ ഇത് നോർത്താണ്. സോ ഒബിയസ്ലി ഇത് സൗത്ത്, അതുപോലെ ഇത് വെസ്റ്റ്, ഇവിടെയാണ് വെസ്റ്റ് വരുന്നത്. അതുപോലെ ഇതാണ് ഈസ്റ്റേൺ ഏരിയ. സോ ഇവിടെ ഏഷ്യ എന്ന് പറയുന്നത് ഈസ്റ്റേൺ ഹെമിസ്ഫിയറിലാണ് ഏഷ്യ സ്ഥിതി ചെയ്യുന്നത്. സോ ഏഷ്യൻ ഭൂഖണ്ഡമാണ് ഏറ്റവും വലിയ ഭൂഖണ്ഡം. അതുപോലെ തന്നെ ഏഷ്യയെ യൂറോപ്പുമായിട്ട് അതിര് തിരിക്കുന്നത് ഇവിടെ ഒരു യുരാൽ മൗണ്ടൻസ് എന്ന് പറയുന്ന ഒരു മൗണ്ടൻ അല്ലെങ്കിൽ ഒരു വലിയ മലനിരകളുണ്ട്, ഒരു മൗണ്ടൻ റേഞ്ച് ഉണ്ട്. സോ ഇവിടെയാണ് യുരാൽ മൗണ്ടൻസ് എന്ന് പറയുന്ന മൗണ്ടൻ യൂറോപ്പിനെയും അതുപോലെ ഏഷ്യയെയും തിരിക്കുന്ന ബൗണ്ടറി എന്ന് പറയുന്നത്. അതുകൂടാതെ ഇവിടെ നോർത്ത് പസഫിക് ഓഷ്യൻ നമുക്ക് കാണാം. സോ ഈ നോർത്ത് പസഫിക് ഓഷ്യൻ ആണ് ഇവിടെ ഏഷ്യയെ നോർത്ത് അമേരിക്കയിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുന്നത്. സോ ഇതാണ് ഏഷ്യ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം യൂറേഷ്യ. അതായത് യൂറേഷ്യ എന്ന് പറയുന്ന ഒരു ടേം കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. യൂറേഷ്യ എന്ന് പറയുന്നത് യൂറോപ്പ് അതുപോലെ റഷ്യ, ഈ 2 രാജ്യങ്ങളും തമ്മിൽ ചേരുന്ന, അല്ലെങ്കിൽ യൂറോപ്പ് എന്ന് പറയുന്ന കോണ്ടിനെന്റും റഷ്യയുടെ കുറച്ച് ഭാഗങ്ങളും കൂടി ചേരുന്നതാണ് യൂറേഷ്യ. സോ ഇത് ഒരു കോണ്ടിനെന്റ് അല്ല, ഇത് ബട്ട് നമ്മളൊരു ടേം, അതായത് ഇത് പൊതുവായിട്ട് ഇതിനെ രണ്ടിനെയും കൂടെ പറയാൻ ഉപയോഗിക്കുന്നതാണ് യൂറേഷ്യ എന്ന് പറയുന്ന ടേം. സോ നമുക്കറിയാം ടോട്ടലി മേജർ കോണ്ടിനെന്റ്സ് ആയിട്ട് 7 കോണ്ടിനെന്റ്സ് ആണ് നമുക്ക് ഉള്ളത്. അതുപോലെ രണ്ടാമത്തെ കോണ്ടിനെന്റ് ആണ് യൂറോപ്പ്. യൂറോപ്പ് നമ്മൾ കണ്ടു, സ്വീഡൻ, ഫിൻലാൻഡ്, ഈസ്റ്റോണിയ, അതുപോലെ ആഫ്രിക്കയുടെ ടർക്കി ഉൾപ്പെടുന്ന, അതുപോലെ റഷ്യയുടെ കുറച്ച് ഭാഗം ഉൾപ്പെടുന്ന ഈ ഭാഗത്തെയാണ് യൂറോപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ യൂറോപ്പാണ് നമ്മൾ കണ്ട സെക്കൻഡ് കോണ്ടിനെന്റ്. യൂറോപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏഷ്യയെ അപേക്ഷിച്ച് അല്ലെങ്കിൽ മറ്റ് കോണ്ടിനെന്റിനെ അപേക്ഷിച്ച് വളരെ ചെറുതാണ്. അതുകൂടാതെ തന്നെ നമ്മുടെ ഏഷ്യയുടെ വെസ്റ്റ്, അതായത് വെസ്റ്റ് ഈ ഭാഗത്താണ്, ഏഷ്യയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് യൂറോപ്പ് എന്ന് പറയുന്ന കോണ്ടിനെന്റ്. അതുപോലെ ആർട്ടിക് സർക്കിൾ, അതായത് ഇതാണ് ആർട്ടിക് സർക്കിള്. സോ അല്ലെങ്കിൽ ആർട്ടിക് ഓഷ്യൻ. സോ ആർട്ടിക് ഓഷ്യൻ ഇവിടെ യൂറോപ്പിന്റെ മേളിൽ 2 സ്ഥലത്തും കവർ ചെയ്തിരിക്കുന്നത് ആർട്ടിക് ഓഷ്യൻ ആണ്. സോ ആർട്ടിക് ഓഷ്യൻ പാസ് ചെയ്യുന്നത് യൂറോപ്പിലൂടെയാണ്. സോ യൂറോപ്പിന്റെ തന്നെ ഭാഗമാണ് നമ്മുടെ ഗ്രീൻലാൻഡ്. ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത് മഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പെർമനൻ്റ്ലി ഫ്രോസൺ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇതും നമ്മുടെ യൂറോപ്പിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ഡെൻമാർക്കിന്റെ ഭാഗം. ഡെൻമാർക്ക് എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭാഗമാണ് ഗ്രീൻലാൻഡ്. സോ അതുകൊണ്ട് തന്നെ ഇത് യൂറോപ്പിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അതുപോലെ ഇവിടെ നമുക്ക് ഐസ്ലാൻഡ് കാണാം. സോ അതുപോലെ അയർലൻഡ്, ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് യൂറോപ്പ്. സോ ആർട്ടിക് സർക്കിള് അഥവാ ആർട്ടിക് ഓഷ്യൻ പാസ് ചെയ്യുന്നത് മെയിനായിട്ടും യൂറോപ്പിലൂടെയാണ്. അതുകൂടാതെ 3 സൈഡിൽ നിന്നും, അതായത് മുകളിൽ നമുക്കറിയാം ആർട്ടിക് ഓഷ്യൻ ഉണ്ട്, അതുപോലെ ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ കാണാം. അതുപോലെ ഇവിടെ നമുക്ക് മെഡിറ്ററേനിയൻ സീ, ഈ ഭാഗത്തായിട്ട് മെഡിറ്ററേനിയൻ സീ ഉണ്ട്. സോ ഇങ്ങനെ 3 ഭാഗത്ത് നിന്ന് നോക്കുമ്പോഴും സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു കോണ്ടിനെന്റ് ആണ് യൂറോപ്പ്. ഇനി നമുക്ക് മൂന്നാമത്തെ കോണ്ടിനെന്റിനെ കുറിച്ച് നോക്കാം. മൂന്നാമത്തെ കോണ്ടിനെന്റ് നമ്മൾ കണ്ടത് ആഫ്രിക്കയാണ്. സോ നമുക്കറിയാം ആഫ്രിക്ക എന്ന് പറയുന്നത് യൂറോപ്പിന് താഴെ ഭാഗത്തായിട്ട് അല്ലെങ്കിൽ സൗത്ത് ആയിട്ട്, അതുപോലെ ഏഷ്യ, ഇതാണ് നമ്മുടെ ആഫ്രിക്ക എന്ന് പറയുന്നത്. നമുക്കറിയാം ആഫ്രിക്ക എന്ന് പറയുന്നത് സെക്കൻഡ് ലാർജസ്റ്റ്, അതായത്
അതായത് ഏഷ്യ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വലിപ്പമുള്ള ഒരു കോണ്ടിനെന്റ് ആണ് ആഫ്രിക്ക. സോ ഇക്വേറ്റർ നമ്മൾ ഓൾറെഡി മുൻ ചാപ്റ്ററുകളിൽ കണ്ടതാണ് എന്താണ് ഇക്വേറ്റർ എന്ന് പറയുന്നത്. സോ ഇക്വേറ്റർ പാസ് ചെയ്യുന്ന, ഇക്വേറ്റർ മാത്രമല്ല ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ അതുപോലെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ഇത് മൂന്നും പാസ് ചെയ്യുന്ന ഒരു കോണ്ടിനെന്റ് ആണ് ആഫ്രിക്ക എന്ന് പറയുന്നത്. നമുക്കറിയാം ഇക്വേറ്റർ ഏകദേശം മിഡിലായിട്ടാണ്, എർത്തിന്റെ മിഡിലായിട്ടാണ് പാസ് ചെയ്യുന്നത്. സോ ഇങ്ങനെ ഇക്വേറ്റർ പാസ് ചെയ്യുന്ന ഒരു കോണ്ടിനെന്റ് ആണ് നമ്മുടെ ആഫ്രിക്ക. ഇത് കൂടാതെ തന്നെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ അതുപോലെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, അതായത് ഇക്വേറ്ററിന്റെ കുറച്ച് മുകളിലായിട്ട് അല്ലെങ്കിൽ 23.5 ഡിഗ്രിയുടെ മുകളിലോട്ടാണ് നമ്മുടെ ഇക്വേറ്റർ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ പാസ് ചെയ്യുന്നത്. സോ ഇക്വേറ്റർ അഥവാ 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് പാസ് ചെയ്യുന്നത് ആഫ്രിക്കയിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ അതുപോലെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, ഈ 3 ലാറ്റിറ്റ്യൂഡും പാസ് ചെയ്യുന്ന, ഇതിന് നമ്മൾ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ആക്യുറേറ്റ് അല്ല എങ്കിൽ കൂടി ഞാൻ റഫ് ആയിട്ടാണ് വരച്ച് കാണിക്കുന്നത്. ഇവിടെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ പാസ് ചെയ്യുന്നു, അതുപോലെ ഇതിലെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ പാസ് ചെയ്യുന്നുണ്ട്. സോ ഇതുപോലെ 3 ലാറ്റിറ്റ്യൂഡും പാസ് ചെയ്യുന്ന ഒരു കോണ്ടിനെന്റ് ആണ് ആഫ്രിക്ക. സോ ഇതാണ് ഇക്വേറ്റർ ഫസ്റ്റ് പാസ് ചെയ്യുന്നു, അതുപോലെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. സോ ഇതെല്ലാം എന്താണെന്ന് ഇതിന്റെ മെഷർമെന്റ്സ് ഞാൻ ഓൾറെഡി ലാസ്റ്റ് ചാപ്റ്റേഴ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ ചാപ്റ്റർ കണ്ടില്ലെങ്കിൽ തീർച്ചയായും കാണുക. സോ ആഫ്രിക്കയെ കുറിച്ച് നമ്മൾ പറഞ്ഞത് സെക്കൻഡ് ലാർജസ്റ്റ് ആണ്. ഏഷ്യ കഴിഞ്ഞാൽ പിന്നീട് ലാർജസ്റ്റ്, അതായത് സെക്കൻഡ് ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു കോണ്ടിനെന്റ് ആണ് ആഫ്രിക്ക. അതുകൂടാതെ ഇതിന്റെ കുറച്ച് ഭാഗം നോർത്തേൺ ഹെമിസ്ഫിയർ, നമുക്കറിയാം ഇത് നോർത്തേൺ ഹെമിസ്ഫിയർ ആണ്, അതുപോലെ ഇത് സദേൺ ഹെമിസ്ഫിയർ ആണ്. സോ നോർത്തേൺ ഹെമിസ്ഫിയറിൽ കുറച്ച് ഭാഗമുണ്ട്, അതുപോലെ തന്നെ സദേൺ ഹെമിസ്ഫിയറിൽ വളരെ ചെറിയൊരു ഭാഗം സദേൺ ഹെമിസ്ഫിയറിലും പാസ് ചെയ്യുന്നുണ്ട്. സോ ഇക്വേറ്റർ പാസ് ചെയ്യുന്നുണ്ട്, മിഡിൽ ഓഫ് ആഫ്രിക്ക, ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഉണ്ട്, അതുപോലെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ഉണ്ട്. സോ ഇതാണ് പ്രധാനമായിട്ടും ആഫ്രിക്കയുടെ പ്രത്യേകത. ഇത് കൂടാതെ നോക്കുകയാണെങ്കിൽ സഹാറ ഡെസേർട്ട്, നമുക്കറിയാം ഹോട്ട് ഡെസേർട്ട് ആണ് സഹാറ ഡെസേർട്ട് എന്ന് പറയുന്നത്. ആഫ്രിക്കയുടെ നോർത്ത് വെസ്റ്റേൺ പാർട്ടായിട്ടാണ് സഹാറ ഡെസേർട്ട്. സോ ഈ സഹാറ ഡെസേർട്ട് ആഫ്രിക്കയിലാണുള്ളത്. അതുകൂടാതെ നൈൽ റിവർ, ഏകദേശം ഇതിലെയാണ് നൈൽ റിവർ പാസ് ചെയ്യുന്നത്. സോ നൈൽ റിവർ പാസ് ചെയ്യുന്നതും ആഫ്രിക്കയിലൂടെയാണ്. നൈൽ റിവറിനെ കുറിച്ചറിയാം, നമുക്ക് ലോകത്തിലെ ലോങ്ങസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും നീളം കൂടിയ റിവറാണ് നൈൽ റിവർ. സോ നൈൽ നദി ഉള്ളതും എവിടെയാണ്? ആഫ്രിക്കയിലാണ്. സോ ഇത് കൂടാതെ ആഫ്രിക്കയിലെ വാട്ടർ ബോഡീസ് നോക്കുകയാണെങ്കിൽ ഈ സൈഡിൽ നമുക്കറിയാം നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ കവർ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ താഴെ നോക്കുകയാണെങ്കിൽ സൗത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ ഉണ്ട്. അതുപോലെ ഈസ്റ്റേൺ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഓഷ്യൻ ഉണ്ട്. സോ ഈ 3 സൈഡും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു കോണ്ടിനെന്റ് ആണ് ആഫ്രിക്ക. സോ ഇതാണ് പ്രധാനമായിട്ടും ആഫ്രിക്കയുടെ പ്രത്യേകതകൾ. ഇനി നമുക്ക് നോക്കാം നെക്സ്റ്റ് കോണ്ടിനെന്റ് അഥവാ നോർത്ത് അമേരിക്ക. സോ നോർത്ത് അമേരിക്ക എന്ന് പറയുന്നത് ഇതാണ് നോർത്ത് അമേരിക്ക. എല്ലാവർക്കും അറിയാം നോർത്ത് അമേരിക്ക എവിടെയാണെന്നുള്ളത്. സോ ഇതാണ് നോർത്ത് അമേരിക്ക, പനാമ കനാൽ വരെ നീണ്ടുകിടക്കുന്ന നോർത്ത് അമേരിക്കയാണ്. സോ നോർത്ത് അമേരിക്കയുടെ പ്രത്യേകതകൾ നോക്കാം. നോർത്ത് അമേരിക്ക 3rd ലാർജസ്റ്റ്, അതായത് ഫസ്റ്റ് ലാർജസ്റ്റ് ഏറ്റവും വലിയ ഭൂഖണ്ഡം എന്ന് പറയുന്നത് ഏഷ്യയാണ്, സെക്കൻഡ് ആഫ്രിക്കയാണ്, മൂന്നാമത്തെയാണ് നോർത്ത് അമേരിക്ക. സോ നോർത്ത് അമേരിക്കയുടെ 3rd ലാർജസ്റ്റ് കോണ്ടിനെന്റ് ആണ്. അതുപോലെ സൗത്ത് അമേരിക്കയായിട്ട് ലിങ്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്കറിയാം സൗത്ത് അമേരിക്കയാണ് ഈ കാണുന്നതാണ് സൗത്ത് അമേരിക്ക. സോ സൗത്ത് അമേരിക്കയായിട്ട് ലിങ്ക് ചെയ്യുന്ന ഒരു ചെറിയ പോർഷൻ, ഇതിനെയാണ് നമ്മൾ പറയുന്നത് ഇസ്തമസ് ഓഫ് പനാമ എന്ന് പറയുന്നത്. ഇവിടെ പനാമ സിറ്റിയാണ്, അല്ലെങ്കിൽ പനാമ എന്ന് പറയുന്ന സ്ഥലമാണ് നോർത്ത് അമേരിക്കയുടെ ഭാഗമായിട്ടുള്ളത്. സോ ഇതുമായിട്ട് കവർ ചെയ്യുന്ന അല്ലെങ്കിൽ സൗത്ത് അമേരിക്കയെ ബന്ധിപ്പിക്കുന്ന ഒരു ചെറിയ ലൈൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ലാൻഡ് പോർഷൻ ഉണ്ട്. ഇതിനാണ് നമ്മൾ പറയുന്നത് ഇസ്തമസ് ഓഫ് പനാമ. സോ ഇത് കംപ്ലീറ്റ്ലി, അതായത് നോർത്ത് അമേരിക്ക കംപ്ലീറ്റ്ലി നോർത്തേൺ ഹെമിസ്ഫിയർ ആണ്. അതായത് നോർത്തും സൗത്തും ഹെമിസ്ഫിയർ നമുക്കറിയാവുന്നതാണ്. ഇത് നോർത്തേൺ ഹെമിസ്ഫിയർ, അതുപോലെ ഇത് സദേൺ ഹെമിസ്ഫിയർ ആണ്. സോ കംപ്ലീറ്റ്ലി നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് എന്ത് കിടക്കുന്നത്? നോർത്ത് അമേരിക്ക കിടക്കുന്നത്. നമ്മൾ കണ്ടു ആഫ്രിക്ക നോർത്ത് പോർഷനും ഉണ്ട്, അതുപോലെ സദേൺ ഹെമിസ്ഫിയറിലും കുറച്ചുണ്ട്. സോ ഏഷ്യയുടെ ആണെങ്കിലും നോർത്തേൺ പോർഷനിൽ അല്ലെങ്കിൽ ഈസ്റ്റേൺ പോർഷനിലാണ് കിടക്കുന്നത്. നോർത്ത് ഹെമിസ്ഫിയർ ആണ്, ബട്ട് ഇവിടെ എന്താണ് ഈസ്റ്റേൺ പാർട്ടാണ്. സോ ഇവിടെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ കുറച്ചുണ്ട്, അതുപോലെ സദേൺ ഹെമിസ്ഫിയറിലും ഏഷ്യയുടെ കുറച്ച് ഭാഗം. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈസ്റ്റ് ഏഷ്യ അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്ന് പറയുന്ന ഭാഗം, ഇവിടെ വിയറ്റ്നാം, ഫിലിപ്പൈൻസ്, ഈ ഭാഗങ്ങളെല്ലാം കിടക്കുന്നത് ഈ സദേൺ പോർഷനിലാണ് അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റേൺ പോർഷനിലാണ്. സോ സദേൺ ഹെമിസ്ഫിയറിലും കുറച്ചുണ്ട്. ബട്ട് നോർത്ത് അമേരിക്കയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അത് കംപ്ലീറ്റ്ലി നോർത്തേൺ ഹെമിസ്ഫിയർ ആണ്, അതായത് ഇക്വേറ്ററിൻ്റെ വടക്ക് ഭാഗത്താണ് കംപ്ലീറ്റ് കിടക്കുന്നത്. ഇതുകൊണ്ടാണ് നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് പറയുന്നത്. സോ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. അതുപോലെ 3
സമുദ്രങ്ങൾ, അതായത് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ വെസ്റ്റേൺ സൈഡിൽ നോർത്ത് പസഫിക് ഓഷ്യൻ ഉണ്ട്, ഈസ്റ്റേൺ സൈഡിൽ നോക്കുകയാണെങ്കിൽ നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ ഉണ്ട്, ഇനി താഴെ അല്ലെങ്കിൽ സൗത്ത് നോക്കുകയാണെങ്കിൽ സൗത്ത് പസഫിക് ഓഷ്യൻ ഉണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ നോർത്ത് പസഫിക് ഓഷ്യൻ തന്നെയാണ് ഈ കാണുന്ന ഈ പോർഷൻ നോർത്ത് പസഫിക് ഓഷ്യൻ, അതുപോലെ ഇവിടെ നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ ഉണ്ട്. സോ ഈ ഭാഗം ഇത് 3 സൈഡും കവർ ചെയ്തിരിക്കുന്നത് സമുദ്രത്താലാണ്. സോ അതുകൊണ്ട് തന്നെ ഇത് 3 സൈഡും സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു കോണ്ടിനെന്റ് ആണ് നോർത്ത് അമേരിക്ക. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാം സൗത്ത് അമേരിക്ക. സോ സൗത്ത് അമേരിക്ക നോക്കുകയാണെങ്കിൽ നോർത്ത് അമേരിക്ക കംപ്ലീറ്റ്ലി നോർത്തേൺ ഹെമിസ്ഫിയർ ഉള്ളതുപോലെ സൗത്ത് പോർഷൻ അല്ലെങ്കിൽ ഇക്വേറ്ററിന് സദേൺ ആയിട്ട് കിടക്കുന്ന സ്ഥലമാണ് സൗത്ത് അമേരിക്ക. സോ സൗത്ത് അമേരിക്ക സദേൺ ഹെമിസ്ഫിയറിലാണ്. പ്രധാനമായിട്ടും 2 സമുദ്രങ്ങളാണ് ഇതിനെ കവർ ചെയ്ത് കാണുന്നത് അല്ലെങ്കിൽ ഇതിന് ചുറ്റപ്പെട്ട് കിടക്കുന്നത്. ഒന്ന് സൗത്ത് പസഫിക് ഓഷ്യൻ, അതുപോലെ സൗത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ. സോ ഈ 2 ഓഷ്യനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ് അല്ലെങ്കിൽ കോണ്ടിനെന്റ് ആണ് സൗത്ത് അമേരിക്ക. സോ സൗത്ത് അമേരിക്കയിലെ ദി ആൻഡീസ് എന്ന് പറയുന്നത് മലനിരകളാണ്. അതായത് താഴെ വരെ കാണുന്ന വലിയ ഒരു കൂട്ടം മലനിരകളെയാണ് നമ്മൾ ആൻഡീസ് എന്ന് പറയുന്നത്. അതുപോലെ നോർത്തേൺ അമേരിക്കയിൽ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് താഴെ വരെ റോക്കീസ് എന്ന് പറയുന്ന മലനിരകളുണ്ട്. സോ ഇവിടെ ആൻഡീസ് എന്ന് പറയുന്ന മലനിരകൾ കാണപ്പെടുന്നത് സൗത്ത് അമേരിക്കയിലാണ്. ബട്ട് ഇതാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ മലനിരകൾ എന്നറിയപ്പെടുന്നത് ആൻഡീസിനെയാണ്. സോ ആൻഡീസ് മലനിരകൾ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ മലനിരകളാണ്. അതുപോലെ നമുക്കറിയാം ആമസോൺ റിവർ, ബ്രസീലിന്റെ ഏകദേശം ഫുൾ പാർട്ട് കവർ ചെയ്യുന്ന ഒരു നദിയാണ് ആമസോൺ റിവർ. സോ ആമസോൺ റിവർ ഒഴുകുന്നത് സൗത്ത് അമേരിക്കയിലാണ്. ആമസോൺ നദികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് വേൾഡ്സ് ലാർജസ്റ്റ് എന്ന് പറയുന്നത് അതിലുള്ള ജലത്തിന്റെ അളവിലാണ്. അല്ലെങ്കിൽ ലോങ്സ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും നീളം കൂടിയത് നമ്മൾ പറഞ്ഞത് നൈൽ നദിയാണ്, അത് ആഫ്രിക്കയിലാണ്. ബട്ട് ലാർജസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ വോളിയം അല്ലെങ്കിൽ ജലത്തിൻ്റെ അളവ് കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലുതെന്നറിയപ്പെടുന്ന നദിയാണ് ആമസോൺ. സോ ഈ ആമസോൺ നദി സൗത്ത് അമേരിക്കയിലാണ്. സോ ഇതാണ് സൗത്ത് അമേരിക്കയുടെ പ്രത്യേകതകൾ. ഇനി നമുക്ക് നോക്കാം ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ഒരു ചെറിയ കോണ്ടിനെന്റ് ആണ്. മറ്റ് കോണ്ടിനെന്റ്സിനെ അപേക്ഷിച്ച് വളരെ ചെറിയ ഒരു കോണ്ടിനെന്റ് ആണ് ഓസ്ട്രേലിയ പ്ലസ് ന്യൂസിലൻഡ്. ഇത് കൂടുന്നതിനാണ് നമ്മൾ ഓഷ്യാന എന്ന് പറയുന്നത്. ബട്ട് ഇവിടെ ഓസ്ട്രേലിയ ഒരു സ്മോളസ്റ്റ് കോണ്ടിനെന്റ് ആണ്. ഇത് നമുക്കറിയാം സദേൺ ഹെമിസ്ഫിയറിലാണ്. നമുക്കറിയാം ഇക്വേറ്റർ പാസ് ചെയ്യുന്നത് ഏകദേശം ഭൂമി അല്ലെങ്കിൽ മാപ്പിനെ 2ആയിട്ട് വീതിക്കുന്ന നോർത്തേൺ സദേൺ ഹെമിസ്ഫിയർ ആയിട്ട് ഭാഗിക്കുന്ന ഇക്വേറ്റർ പാസ് ചെയ്യുന്ന ഇതിലൂടെയാണ്. സോ ഇക്വേറ്ററിന്റെ സദേൺ ആയിട്ട് കംപ്ലീറ്റ്ലി സദേൺ പോർഷനിലാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്ന കോണ്ടിനെന്റ്. ഇനി നമുക്ക് ഓസ്ട്രേലിയയുടെ പ്രത്യേകതകൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ചുറ്റും സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന 4 സൈഡും സമുദ്രമുള്ള ഒരു കോണ്ടിനെന്റ് ആണ് ഓസ്ട്രേലിയ. നമുക്ക് നോക്കാം, ഇവിടെ ഇന്ത്യൻ ഓഷ്യൻ, ഇത് വെസ്റ്റേൺ പാർട്ടായിട്ട് വരും ഓസ്ട്രേലിയയുടെ. താഴെ നോക്കുകയാണെങ്കിൽ അന്റാർട്ടിക്കയുടെ അല്ലെങ്കിൽ സൗത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ അല്ലെങ്കിൽ സദേൺ ഓഷ്യൻ എന്നാണ് നമ്മൾ പറയുന്നത്. സോ ഈ സൈഡ് ഇന്ത്യൻ ഓഷ്യൻ ആണ്. ഇപ്പുറത്തെ സൈഡ് അതായത് ഈസ്റ്റേൺ സൈഡ് എന്ന് പറയുന്നത് സൗത്ത് പസഫിക് ഓഷ്യൻ ആണ്. ഇവിടെ നമുക്കറിയാം സദേൺ പാർട്ടാണ് അല്ലെങ്കിൽ സൗത്ത് പസഫിക് ഓഷ്യൻ ആണ്. നമുക്കറിയാം ഗ്ലോബ് അല്ലെങ്കിൽ ഭൂമി ഉരുണ്ടതാണ്. അങ്ങനെ നോക്കുമ്പം ഈ ഭാഗം ഇവിടെ യോജിക്കും. സോ ഇങ്ങനെ നോക്കുമ്പം സൗത്ത് പസഫിക് ഓഷ്യൻ ആണ് ഈ സൈഡിൽ വരുന്നത്. ഇനി താഴെ നോക്കുകയാണെങ്കിൽ സദേൺ ഓഷ്യൻ ഉണ്ട്. സോ 3 ഭാഗവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കൊടുക്കുന്നത് കൊണ്ട് ഓസ്ട്രേലിയയെ നമ്മൾ ഐലൻഡ് കോണ്ടിനെന്റ് എന്നാണ് പറയുന്നത്. സോ ഇതാണ് ഓസ്ട്രേലിയയുടെ പ്രത്യേകതകൾ. ഇനി നമുക്ക് നോക്കാം അന്റാർട്ടിക്ക. ലാസ്റ്റ് കോണ്ടിനെന്റ് ആണ് അല്ലെങ്കിൽ 7th കോണ്ടിനെന്റ് ആണ് അന്റാർട്ടിക്ക എന്ന് പറയുന്നത് പെർമനന്റ്ലി ഫ്രോസൺ ആയിട്ട് കിടക്കുന്ന കുറച്ച് ഏരിയ ആണ് നമ്മൾ അന്റാർട്ടിക്ക എന്ന് പറയുന്നത്. ഈ കോണ്ടിനെന്റിൽ എപ്പോഴും അതായത് കംപ്ലീറ്റ്ലി ഇയർ ഫുൾ എന്തായിരിക്കും, മഞ്ഞായിരിക്കും. അതുകൊണ്ടാണ് ഇത് ഫുൾ വൈറ്റ് നിറത്തിൽ കാണിച്ചിരിക്കുന്നത്. സോ ഇത് സദേൺ ഹെമിസ്ഫിയറിലാണ്. നമുക്കറിയാം ഇക്വേറ്ററിൽ നിന്ന് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് സദേൺ ഹെമിസ്ഫിയറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കോണ്ടിനെന്റ് ആണ് അന്റാർട്ടിക്ക. സോ അന്റാർട്ടിക്കയിലെ മെയിൻ ആയിട്ടും അതിന് സൗത്ത് പോളാർ റീജിയൻ എന്നാണ് പറയുന്നത്. സോ പോൾസ് എന്ന് പറയുന്നത് ഇവിടെ നോർത്ത് പോൾ ആണ്, അതുപോലെ ഇവിടെ സൗത്ത് പോൾ ആണ്. സോ ഇത് സൗത്ത് പോളാർ റീജിയൻ എന്നാണ് പറയുന്നത്. സോ പോൾസ് എന്താണ്, അതിൻ്റെ മെഷർമെൻറ്റ് എന്താണ്, അല്ലെങ്കിൽ ഏത് ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ആണെന്നൊക്കെ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അത് കാണുക. സോ ഇത് സൗത്ത് പോളാർ റീജിയനിലാണ് നമ്മുടെ അന്റാർട്ടിക്ക ഉള്ളത്. സോ ഇത് പെർമനൻ്റ്ലി കവേർഡ് ഐസ് ഷീറ്റ് ആണ്, അതായത് തിക്ക് ഐസ് ഷീറ്റ് ആണ്, പെർമനൻ്റ്ലി കവേർഡ് ആണ്. ഇവിടെ സൂര്യപ്രകാശം വളരെ കുറച്ച് മാത്രം ലഭിക്കുന്നത് കൊണ്ടാണ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഐസ് ഷീറ്റ് കൊണ്ട് കവർ ചെയ്ത് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പെർമനൻ്റ് ഹ്യൂമൻ സെറ്റിൽമെൻ്റ് ഒന്നും
ഇല്ല. ബട്ട് അന്റാർട്ടിക്കയിലും ടെമ്പററി ആയിട്ട് ഇവിടെ താമസിക്കുന്ന ആളുകളുണ്ട്. ബട്ട് പെർമനൻ്റ് ആയിട്ടൊരു സെറ്റിൽമെൻറ്റ് നമുക്ക് കാണാൻ കഴിയില്ല. അതുകൂടാതെ നമുക്ക് ഇവിടെ മെയിനായിട്ട് നമ്മൾ റിസർച്ച് പർപ്പസിന്, അതായത് ഇവിടുത്തെ ക്ലൈമറ്റിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ ഇവിടുത്തെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ റിസർച്ച് സെൻറ്റേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഓരോ രാജ്യങ്ങളും. സോ ഇന്ത്യയുടെ 2 റിസർച്ച് സെൻറ്റേഴ്സാണ് മൈത്രി അതുപോലെ ദക്ഷിൺ ഗംഗോത്രി. ഇത് രണ്ടും നമ്മുടെ റിസർച്ച് സെൻറ്റേഴ്സാണ് ഇന്ത്യയുടെ. അതായത് ഓരോ രാജ്യത്തിനും അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളും ഇവിടെ വന്ന് റിസർച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഇവിടുത്തെ ഈ രാജ്യത്തെക്കുറിച്ച് ഈ കോണ്ടിനെന്റിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് റിസർച്ച് സെൻറ്റേഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ സെറ്റിൽമെന്റ് ഉണ്ട്. സോ ഇവിടെ ഇന്ത്യയുടെ 2 സെൻറ്റേഴ്സാണ് മൈത്രി അതുപോലെ ദക്ഷിൺ ഗംഗ. സോ അതുപോലെ നമുക്കറിയാം, നമ്മൾ എർത്തിനെ മെയിനായിട്ടും ബ്ലൂ പ്ലാനറ്റ് എന്നാണ് പറയുന്നത്. എർത്തിന്റെ മുകളിൽ നിന്ന് നോക്കുക അല്ലെങ്കിൽ സ്പേസിൽ നിന്ന് നോക്കുമ്പോൾ എർത്തിനെ ഫുള്ളും നീല കളറിലാണ് കാണുന്നത്. ഇങ്ങനെ നീല കളറിൽ കാണുന്നത് കൊണ്ട് ഈ നീല കളറ് മെയിനായിട്ട് നമ്മുടെ സമുദ്രം, അതായത് നമുക്കറിയാം എല്ലാ കോണ്ടിനെന്റിന്റെയും അല്ലെങ്കിൽ ഭൂമിയുടെ എല്ലാ ഭാഗത്തും സമുദ്രമുണ്ട്. സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ് നമ്മുടെ എല്ലാ കോണ്ടിനെന്റ്സും. സോ ഇതുകൊണ്ട് തന്നെ നമ്മൾ സ്പേസിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് നീല കളറാണ്. ഇതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ബ്ലൂ പ്ലാനറ്റ് എന്ന് പറയുന്നത്. ഇവിടെ 71%, അതായത് മോർ ദാൻ 71%, അതായത് 71% കൂടുതലും വെള്ളമാണ് അല്ലെങ്കിൽ ഓഷ്യനാണ് നമ്മുടെ ഈ എർത്തിൽ. അതുപോലെ ഏകദേശം 29% മാത്രമാണ് നമ്മുടെ ലാൻഡ് ഏരിയ ഉള്ളത്. ലാൻഡ് ഏരിയ നമുക്കറിയാം, ഇവിടെ കോണ്ടിനെന്റ്സ്, അതായത് ഇവിടെ ഏഷ്യ, ആഫ്രിക്ക, അതുപോലെ യൂറോപ്പ് ഉൾപ്പെടുന്ന ഈ ഭാഗം, അതുകൂടാതെ നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക ഉൾപ്പെടുന്ന ഈ ഭാഗം, അതുപോലെ അന്റാർട്ടിക്കയുടെ കുറച്ച് ഭാഗം, ഇത്രയാണ് നമ്മുടെ ലാൻഡ് ഏരിയ ഉള്ളത്. ഇത് ഏകദേശം 29% മാത്രമാണ് ലാൻഡ് ഏരിയ ഉള്ളത്. അതുകൂടാതെ 97% ഓഷ്യൻ വാട്ടർ ആണ്. നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു ഏതെല്ലാം ഓഷ്യൻസ് ആണുള്ളതെന്ന്. നോർത്ത് പസഫിക് ഓഷ്യൻ, അതുപോലെ സൗത്ത് പസഫിക് ഓഷ്യൻ, നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ, സൗത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ, ഇന്ത്യൻ ഓഷ്യൻ, അതുകൂടാതെ നോർത്ത് പസഫിക് ഓഷ്യൻ ഇവിടെ ഉണ്ട്. ഇതിന്റെ കണ്ടിന്യൂറ്റിയാണ് നോർത്ത് പസഫിക് ഓഷ്യൻ. അതുപോലെ മുകളിലാണെങ്കിൽ ആർട്ടിക് ഓഷ്യൻ, അതുപോലെ ഇവിടെ സതേൺ ഓഷ്യൻ കൂടി ഇവിടെ ഉണ്ട്. സോ ഈ ഓഷ്യൻസ് എല്ലാം കൂടെ കൂടി ചേർന്ന് ഏകദേശം 97% എന്താണ്, ഓഷ്യൻ വാട്ടർ ആണ്. അതുകൂടാതെ നമുക്കറിയാം അന്റാർട്ടിക്ക അതുപോലെ ഗ്രീൻലാൻഡ് പോലുള്ള സ്ഥലങ്ങളിൽ, അതായത് വൈറ്റ് കളറിൽ കാണിച്ചിരിക്കുന്നത് പെർമനന്റ്ലി ഫ്രോസൺ ആയിട്ടുള്ള ഐസ് ഷീറ്റ് ആണ്. സോ ഇവിടെ നമുക്ക് ഗ്ലേഷ്യേഴ്സ് എന്ന് പറയുന്നത്, അതായത് ഈ ഐസ് ഷീൽഡ് മെൽറ്റായിട്ട് ഷീൽഡെല്ലാം മെൽറ്റായി ഒഴുകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്ലേഷ്യേഴ്സ് എന്ന് പറയുന്നത്. സോ ഈ ഗ്ലേഷ്യേഴ്സും അതുപോലെ അണ്ടർഗ്രൗണ്ട് വാട്ടറും കൂടെ കൂടിയത്, അതായത് ഇവിടെ എല്ലാം ലാൻഡ് ഏരിയ ഉണ്ട്. ഈ ലാൻഡ് ഏരിയയുടെ എല്ലാം വാട്ടർ സ്വീപ്പായിട്ട്, അതായത് മണ്ണിനടിയിൽ വലിഞ്ഞ് അണ്ടർഗ്രൗണ്ടിൽ കുറച്ച് വാട്ടർ ഉണ്ട്. സോ ഇത് ഏകദേശം എല്ലാം കൂടെ കൂട്ടി ഏകദേശം 1% ആണ് ഉള്ളത്. സോ ഇതാണ് മെയിൻ ആയിട്ടുള്ള വാട്ടർ സോഴ്സസ്. ഇനി നമ്മൾ ഓഷ്യൻസിനെ കുറിച്ച് നോക്കാം. ഓഷ്യൻസ് നമ്മൾ മെയിനായിട്ട് കണ്ടു. പ്രധാനമായിട്ടും പസഫിക് ഓഷ്യൻ. ഒന്ന് പസഫിക് ഓഷ്യൻ ആണ്. ഇവിടെ നമ്മൾ പസഫിക് ഓഷ്യൻ തന്നെ നോർത്ത് പസഫിക് ഓഷ്യൻ അതുപോലെ സൗത്ത് പസഫിക് ഓഷ്യൻ, 2 അറ്റ്ലാന്റിക് ഓഷ്യൻ കണ്ടു, നോർത്ത് ആൻഡ് സൗത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ, അതുപോലെ ആർട്ടിക് ഓഷ്യൻ ഉണ്ട്. സോ ഇത് പസഫിക് ഓഷ്യന്റെ കണ്ടിന്യൂറ്റിയാണ് ഇവിടെ കാണുന്നത്, നോർത്ത് ആൻഡ് സൗത്ത് പസഫിക് ഓഷ്യൻ. അതുകൂടാതെ നമുക്കിവിടെ അറിയാം ഇന്ത്യൻ ഓഷ്യൻ ഉണ്ട്. സോ അതുകൂടാതെ സതേൺ ഓഷ്യൻ എന്നറിയപ്പെടുന്നത് ഇവിടെ അന്റാർട്ടിക്കയുടെ ഭാഗത്തുള്ള ഓഷ്യനാണ് സതേൺ ഓഷ്യൻ എന്നറിയപ്പെടുന്നത്. സോ ഇതാണ് പ്രധാനമായിട്ട് നമുക്കുള്ള ഓഷ്യൻസ്. സോ ഈ ഓഷ്യൻ കറൻറ്റ്സ്, അതായത് ഓഷ്യൻ എന്ന് പറയുന്നത് എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വാട്ടർ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വാട്ടർ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇത് പ്രധാനമായിട്ടും 3 തരത്തിലാണ് ഈ വാട്ടർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ പ്രധാനമായിട്ട് നമുക്ക് 3 തരത്തിലുള്ള മൂവ്മെന്റ് ആണ് വാട്ടറിനുള്ളത്. ഒന്ന് ടൈഡ്സ്, അതുപോലെ വേവ്സ്, അതുപോലെ മൂന്നാമത്തെയാണ് കറൻസ്. സോ ഈ 3 തരത്തിലുള്ള മൂവ്മെന്റ് ആണ് നമ്മുടെ ഓഷ്യനിൽ അല്ലെങ്കിൽ സമുദ്രത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ കമ്മിങ് ക്ലാസ്സസിലാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് ഏതാണ് പ്രധാനമായിട്ടുള്ള 3 മൂവ്മെന്റ് എന്ന് മാത്രമാണ്. സോ ഇതാണ് പ്രധാനപ്പെട്ട 3 മൂവ്മെന്റ്സ്. ഇനി നമുക്ക് ഓഷ്യൻസിനെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓഷ്യൻസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നതിൽ ആദ്യത്തെ ഓഷ്യനാണ് പസഫിക് ഓഷ്യൻ. സോ പസഫിക് ഓഷ്യൻ നമുക്കറിയാം, ഇതാണ് പസഫിക് ഓഷ്യൻ. പസഫിക് ഓഷ്യന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിലും അതുപോലെ സതേൺ ഹെമിസ്ഫിയറിലും ഉള്ളത് കൊണ്ടാണ് ഈ പസഫിക് ഓഷ്യനെ നമ്മൾ നോർത്ത് പസഫിക് ഓഷ്യൻ അതുപോലെ സൗത്ത് പസഫിക് ഓഷ്യൻ എന്ന് പറയുന്നത്. സോ ഇതാണ് ഇക്വേറ്റർ പാസ് ചെയ്യുന്നത് 0 ഡിഗ്രി. സോ ഇക്വേറ്ററിന്റെ മേളിൽ നോർത്ത് പസഫിക് ഓഷ്യൻ, അതുപോലെ താഴെ ഭാഗത്തായിട്ട് സൗത്ത് പസഫിക് ഓഷ്യൻ. സോ ഗ്ലോബായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ നോർത്ത് പസഫിക് ഓഷ്യന്റെ കണ്ടിന്യൂറ്റിയാണ് ഇവിടെ വരുന്നത്. നോർത്ത് പസഫിക് ഓഷ്യൻ തന്നെ നമുക്കറിയാം, ഇവിടെ കണ്ടിന്യൂറ്റി നോർത്ത് പസഫിക് ഓഷ്യൻ, അതുപോലെ ഇവിടെ
സൗത്ത് പസഫിക് ഓഷ്യൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ട് ഇവിടെ സൗത്ത് പസഫിക് ഓഷ്യനും വരും. സോ ഇതാണ് പസഫിക് ഓഷ്യൻ, അതായത് ഏകദേശം 1/3 ഓഫ് ദി ഏരിയ, അതായത് മറ്റ് കോണ്ടിനെൻസിനെ അപേക്ഷിച്ച് മറ്റ് സമുദ്രത്തെ അപേക്ഷിച്ച് ഏറ്റവും ലാർജസ്റ്റ് ഏരിയ കവർ ചെയ്യുന്നത് പസഫിക് ഓഷ്യൻ ആണ്. സോ അത് നോർത്ത് ആൻഡ് സദേൺ ഹെമിസ്ഫിയേഴ്സിലായിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇത് കൂടാതെ ലോകത്തിലെ ഏറ്റവും ആഴമേറിയ അല്ലെങ്കിൽ ഡീപ്പ് ട്രെഞ്ച് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അതായത് ഒരു സമുദ്രത്തിനടിയിൽ ഒരു ഗർത്തമുണ്ട്, അതിന് ഏകദേശം 11,000 മീറ്റർ നീളമുണ്ട്. അതായത് മൗണ്ട് എവറസ്റ്റിനെക്കാളും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു ഗർത്തമാണ് ഈ മരിയാന ട്രെഞ്ച്. സോ ഈ മരിയാന ട്രെഞ്ച് ഉള്ളത് നമ്മുടെ പസഫിക് ഓഷ്യനിലാണ്. ഇതുകൂടാതെ ഏകദേശം സർക്കുലാർ ആണ് ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഇതൊരു പസഫിക് ഓഷ്യന് മൊത്തം ഇതൊരു ഗ്ലോബായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ ഈ ഭാഗം മൊത്തം കവർ ചെയ്യുന്നത്, അതായത് ഇവിടെ നിന്നും ഇങ്ങനെ കവർ ചെയ്യുന്ന ഈ ഭാഗവും അതുപോലെ ഇവിടവും കവർ ചെയ്യുന്നത് ഏകദേശം റൗണ്ട് ആയിട്ടാണ് ഈ ഓഷ്യൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. സോ ഇത് കവർ ചെയ്യുന്ന ഏരിയാസ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നോർത്ത് അമേരിക്ക, അതുപോലെ സൗത്ത് അമേരിക്ക. ഇവിടെ നോക്കുകയാണെങ്കിൽ ഏഷ്യയുടെ ഈ ഭാഗം, റഷ്യയുടെ കുറച്ച് ഭാഗം, അതുപോലെ ചൈന ഉൾപ്പെടുന്ന ഈ ഭാഗം. ഇത് കൂടാതെ ഓസ്ട്രേലിയ അതുപോലെ ഈ ഭാഗം കൂടി ഏഷ്യയുടെ ഭാഗമാണ്. ഇതുകൂടി കവർ ചെയ്യുന്ന ഏരിയ ആണ് പസഫിക് ഓഷ്യൻ. സോ ഇതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇതൊരു റൗണ്ട് ഷേപ്പാണ്, അതുകൂടാതെ അല്ലെങ്കിൽ സർക്കുലാർ ഷേപ്പാണ്. അതുപോലെ പ്രധാനമായിട്ടും 3-4 കോണ്ടിനെൻറ്റ്സ് ഇത് കവർ ചെയ്യുന്നുണ്ട്. സോ ഇതാണ് പസഫിക് ഓഷ്യൻ്റെ പ്രത്യേകതകൾ. ഇനി നമുക്ക് നോക്കാം അറ്റ്ലാന്റിക് ഓഷ്യൻ. സോ അറ്റ്ലാന്റിക് ഓഷ്യൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഇവിടെ യൂറോപ്പിൻ്റെ കുറച്ച് ഭാഗം, അല്ലെങ്കിൽ ഈ ഭാഗത്തും യൂറോപ്പിൻ്റെ ഭാഗം കവർ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ആഫ്രിക്ക, നോർത്ത് അമേരിക്ക, ഇവിടെ സൗത്ത് അമേരിക്ക, ഇവിടെ സൗത്ത് ആഫ്രിക്ക, ഈ ഭാഗം കവർ ചെയ്യുന്നതും സൗത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ ആണ്. സോ ഇത് നമുക്കറിയാം ഇവിടെ നോർത്തേൺ ഹെമിസ്ഫിയറിലെ നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ, അതുപോലെ സദേൺ ഹെമിസ്ഫിയറിലെ സൗത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ. സോ ഈ ഭാഗങ്ങൾ കവർ ചെയ്യുന്നതാണ് അറ്റ്ലാന്റിക് ഓഷ്യൻ. അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ പസഫിക് ഓഷ്യൻ കഴിഞ്ഞാൽ ഏറ്റവും വലിപ്പമുള്ളത് നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ ആണ്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് ആണ്. ഇനി നമുക്കതിൻ്റെ ഷേപ്പ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ഭാഗം, അതായത് ഈ ഭാഗം ഫുള്ള് കവർ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഇവിടെ വരെ കവർ ചെയ്യുന്നത് ഒരു എസ് ഷേപ്പിലായിട്ടാണ് ഇതിൻ്റെ ഷേപ്പ് പറയുന്നത്. നോർത്ത് ആൻഡ് സൗത്ത് അറ്റ്ലാന്റിക്കിൻ്റെ എസ് ഷേപ്പാണ്, അല്ലെങ്കിൽ പസഫിക് നമ്മൾ കണ്ടു സദേൺ ഷേപ്പാണ്. ബട്ട് ഇത് നമുക്കറിയാം ഒരു എസ് ഷേപ്പിലാണ് ഇത് കവർ ചെയ്യുന്നത്. സോ ഇത് കവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഏരിയാസ് നോക്കുകയാണെങ്കിൽ ഒന്ന് ഇവിടെ നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ നോർത്ത് അമേരിക്ക, അതുപോലെ സൗത്ത് അമേരിക്ക ഇവിടെ കവർ ചെയ്യുന്നുണ്ട്. ആഫ്രിക്കയുടെ സദേൺ പോർഷൻ, അതുപോലെ നോർത്തേൺ പോർഷനും കവർ ചെയ്യുന്നത് അറ്റ്ലാന്റിക് ഓഷ്യൻ ആണ്. അതുകൂടാതെ യൂറോപ്പിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കൂടി ഇവിടെ നോക്കുകയാണെങ്കിൽ ഗ്രീൻലാൻഡ് കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവിടെ കുറച്ച് ഏരിയ അയർലൻഡ്, UK, ഈ ഭാഗങ്ങളെല്ലാം നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ ആയിട്ടാണ് കാണുന്നത്. സോ അറ്റ്ലാന്റിക് ഓഷ്യൻ കവർ ചെയ്യുന്ന ഏരിയാസ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നോർത്ത് അമേരിക്കയുടെ ഈ ഭാഗം, അതുപോലെ യൂറോപ്പിൻ്റെ ഭാഗങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ആഫ്രിക്ക, സൗത്ത് അമേരിക്ക ഈ ഭാഗങ്ങൾ, അതുപോലെ യൂറോപ്പിൻ്റെ ഈ ഭാഗങ്ങൾ കുറച്ചുകൂടി കവർ ചെയ്യുന്നുണ്ട്. സോ ഇതാണ് മെയിനായിട്ടും കോണ്ടിനെൻറ്റ്സ്, അറ്റ്ലാന്റിക് ഓഷ്യൻ കവർ ചെയ്യുന്ന കോണ്ടിനെൻറ്റ്സ്. സോ ഇതാണ് പ്രധാനമായിട്ടും അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ പ്രത്യേകതകൾ. ഇനി നമുക്ക് നോക്കാം ഇന്ത്യൻ ഓഷ്യൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഇതാണ് ഇന്ത്യൻ ഓഷ്യൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പേരിലൂടെ തന്നെ നമുക്കറിയാം ഇന്ത്യൻ അഥവാ ഇന്ത്യയുടെ പേരാണ് നമ്മൾ ഇന്ത്യൻ ഓഷ്യൻ ഇട്ടിരിക്കുന്നത്. ഇതാണ് ലോകത്തെ ഒരേ ഒരു സമുദ്രമാണ്, ഒരു രാജ്യത്തിൻ്റെ പേരിൽ നാമകരണം ചെയ്തിരിക്കുന്ന ഒരേ ഒരു സമുദ്രമാണ് ഇന്ത്യൻ ഓഷ്യൻ. സോ നമുക്കറിയാം ഇന്ത്യയുടെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും തന്നെ കവർ ചെയ്തിരിക്കുന്നത്, ഈ ഭാഗങ്ങളെല്ലാം കവർ ചെയ്യുന്നത് ഇന്ത്യൻ ഓഷ്യനാണ്. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ത്യൻ ഓഷ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ ഇന്ത്യൻ ഓഷ്യൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ട്രയാങ്കുലാർ ഷേപ്പാണ് ഈ ഭാഗം ഫുള്ള് കവർ ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഓസ്ട്രേലിയയിലേക്ക് പോകുന്ന ഈ ഭാഗം, അതുകൂടാതെ ഇവിടെ വരെ കവർ ചെയ്യുന്ന ഏകദേശം ഒരു ട്രയാങ്കുലാർ ഷേപ്പിലാണ് നമ്മുടെ ഇന്ത്യൻ ഓഷ്യൻ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഷേപ്പ് നമ്മൾ ട്രയാങ്കുലാർ ഷേപ്പായിട്ടാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. സോ ഇത് കവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട കോണ്ടിനെൻറ്റ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ത്യ ഉൾപ്പെടുന്ന ഏഷ്യയുടെ നോർത്ത് ഏഷ്യയുടെ ഈ ഭാഗം ഉൾപ്പെടുന്ന ഏഷ്യയുടെ കുറച്ച് ഭാഗം കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ ആഫ്രിക്ക കവർ ചെയ്യുന്നുണ്ട്, ഓസ്ട്രേലിയയുടെ കുറച്ച് ഭാഗങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഈസ്റ്റ് ഏഷ്യ, ഈ ഭാഗം സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഭാഗമാണ്. സോ ഇവിടെ ഈസ്റ്റ് ഏഷ്യയുടെ കുറച്ച് സ്ഥലങ്ങളിലൂടെ കവർ ചെയ്യുന്നുണ്ട്. സോ ഇത്രയും ഭാഗങ്ങളാണ് പ്രധാനമായിട്ടും ഇന്ത്യൻ ഓഷ്യൻ കവർ ചെയ്യുന്നത്. സോ ഇതാണ് ഇന്ത്യൻ ഓഷ്യൻ. ഇനി നമ്മൾ സദേൺ ഓഷ്യനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അന്റാർട്ടിക്ക കവർ ചെയ്യുന്ന ഭാഗമാണ് സദേൺ ഓഷ്യൻ. ഇതാണ് അന്റാർട്ടിക്ക എന്ന് പറയുന്ന ഭാഗം. സോ ഇതാണ് നമ്മുടെ സദേൺ ഓഷ്യൻ.
സദേൺ ഓഷ്യൻ ഏകദേശം ഇതിലൂടെ അതാണ് പാസ് ചെയ്യുന്നത്. സോ സദേൺ ഓഷ്യന് പ്രധാനമായിട്ടും അന്റാർട്ടിക്കയാണ് കവർ ചെയ്യുന്നത്. സോ ഇവിടെ സൗത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ അതുപോലെ സൗത്ത് പസഫിക് ഓഷ്യൻ നമുക്ക് കാണാം. ഇതിൻ്റെ ബൗണ്ടറി, അതായത് ഈ സൗത്ത് പസഫിക് ഓഷ്യൻ്റെയും സൗത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ്റെയും അതിര് കഴിഞ്ഞു കാണുന്നതാണ് സദേൺ ഓഷ്യൻ. സോ അന്റാർട്ടിക്കയുടെ കുറച്ച് ഭാഗങ്ങളാണ് സദേൺ ഓഷ്യനിൽ കവർ ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം ആർട്ടിക് ഓഷ്യൻ. ആർട്ടിക് ഓഷ്യൻ എന്ന് പറയുന്നത് നമുക്കറിയാം കംപ്ലീറ്റ്ലി നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. യൂറോപ്പിന് അതുപോലെ ഏഷ്യയുടെ കുറച്ച് ഭാഗത്ത് മുകളിലായിട്ട് കാണപ്പെടുന്നതാണ് ആർട്ടിക് ഓഷ്യൻ. സോ ആർട്ടിക് ഓഷ്യൻ എന്ന് പറയുന്നത് വിതിൻ ആർട്ടിക് സൈക്കിളാണ്. അതായത് ഈ ഭാഗത്ത് ഈ ആർട്ടിക് ഓഷ്യൻ കവർ ചെയ്യുന്ന ഈ ഭാഗത്തെയാണ് നമ്മൾ പറയുന്നത് ആർട്ടിക് സർക്കിൾ എന്ന് പറയുന്നത്. സോ ഈ ഭാഗമാണ് ആർട്ടിക് സർക്കിള്. സോ ഈ ആർട്ടിക് സർക്കിളിലാണ് മെയിനായിട്ടും ആർട്ടിക് ഓഷ്യൻ ഉള്ളത്. സോ ഇത് നോർത്തേൺ പോളിലാണ്. സോ ഇത് സദേൺ പോളാണ്, അതുപോലെ ഇത് നോർത്തേൺ പോളാണ്. ഇത് നോർത്തേൺ പോളിലാണ്. പോൾ ഭാഗം നമുക്കറിയാം എപ്പോഴും ലാറ്റിറ്റ്യൂഡ് നോക്കുകയാണെങ്കിൽ 90 ഡിഗ്രി ആയിരിക്കും. അതുപോലെ ഇത് പെർമനൻ്റ്ലി ഫ്രോസൺ ആയിട്ടുള്ള ഏരിയാസ് ആയിരിക്കും ആർട്ടിക് ഓഷ്യൻ്റെ ഭാഗം. അതുപോലെ തന്നെ പെർമനൻ്റ്ലി കവേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഐസ് കവേർഡ് ആയിട്ടുള്ള കുറച്ച് ഭാഗമാണ്. സോ ഇവിടെ നമ്മൾ അതായത് ഇവിടെ ആർട്ടിക് ഓഷ്യൻ, ഈ ഭാഗം ആർട്ടിക് ഓഷ്യനാണ്. ഇവിടെ ആർട്ടിക് ഓഷ്യൻ നമുക്ക് കാണാം. ഈ ആർട്ടിക് ഓഷ്യനെ ഈ ഭാഗം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കാണുന്നത് പസഫിക് ഓഷ്യനാണ്. അതായത് നോർത്തേൺ പസഫിക് ഓഷ്യൻ്റെ ഭാഗമാണ് ഇവിടെ വരുന്നത് പസഫിക് ഓഷ്യൻ. ഇവ നോർത്തേൺ പസഫിക് ഓഷ്യനാണ്. സോ ഈ ഭാഗം അതായത് ആർട്ടിക് ഓഷ്യൻ നമ്മളിത് ഗ്ലോബായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ സോ ഇവിടെ ആർട്ടിക് ഓഷ്യൻ ഇവിടെ വരും. ഈ ഭാഗം ആർട്ടിക് ഓഷ്യനുമായിട്ട് ഇവിടെ യോജിക്കുമ്പം സോ ഇവിടെ നോർത്തേൺ പസഫിക് ഓഷ്യൻ വരും. സോ ഈ പസഫിക് ഓഷ്യനെയും അതുപോലെ ആർട്ടിക് ഓഷ്യനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ചെറിയ സ്ട്രെയിറ്റ് അല്ലെങ്കിൽ ഒരു ചെറിയ ഏരിയ ഉണ്ട്. ഇതിന് നമ്മൾ പറയുന്നതാണ് ബെരിങ് സ്ട്രെയിറ്റ് എന്ന്. സോ ഇവിടെ ഇത്ര അറിഞ്ഞിരിക്കുക, ഇത് ആർട്ടിക് ഓഷ്യനാണ്. സോ ആർട്ടിക് ഓഷ്യന് ഇവിടെ നമ്മൾ നോർത്ത് പസഫിക് ഓഷ്യൻ ഉണ്ട്. സോ ഈ പസഫിക് ഓഷ്യനുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു നാരോ ചാനൽ, ഒരു ചെറിയൊരു ചാനലുണ്ട്. അതിനാണ് നമ്മൾ സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. സ്ട്രെയിറ്റ് എന്താണെന്നൊക്കെ നമുക്ക് വിശദമായിട്ട് നെക്സ്റ്റ് ചാപ്റ്റേഴ്സിൽ പഠിക്കാവുന്നതാണ്. സോ അതായത് രണ്ട് കോണ്ടിനെൻറ്റ്സ് അല്ലെങ്കിൽ രണ്ട് ഓഷ്യൻസ് അതിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ചാനലിനെയാണ് നമ്മൾ ശരിക്കും സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ ആർട്ടിക് ഓഷ്യനെ അതുപോലെ പസഫിക് ഓഷ്യനെ സെപ്പറേറ്റ് ചെയ്യുന്ന സ്ട്രെയിറ്റിനെയാണ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ചാനലിനെയാണ് നമ്മൾ പറയുന്നത് ബെരിങ് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം കോണ്ടിനെൻറ്റ്സ് ആർട്ടിക് ഓഷ്യൻ കവർ ചെയ്യുന്ന കോണ്ടിനെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ നോർത്ത് അമേരിക്കയുടെ കുറച്ച് ഭാഗം നമ്മൾ ആർട്ടിക് ഓഷ്യൻ കവർ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ യൂറോപ്പിൻ്റെ, അതായത് ഗ്രീൻലൻഡ് യൂറോപ്പിൻ്റെ ഭാഗമാണ്. റഷ്യയുടെ കുറച്ച് ഭാഗം നമ്മൾ ആർട്ടിക് ഓഷ്യനിൽ കവർ ചെയ്യുന്നുണ്ട്. സോ ഇതാണ് ആർട്ടിക് ഓഷ്യനിൽ കവർ ചെയ്യുന്ന കോണ്ടിനെൻറ്റ്സ്. സോ ഇതാണ് പ്രധാനപ്പെട്ട മെയിൻ കോണ്ടിനെൻറ്റ്സ് അതുപോലെ ഓഷ്യൻസ്. സോ നമ്മളിവിടെ കണ്ടത് 7 മേജർ കോണ്ടിനെൻറ്റ്സിനെ കുറിച്ചാണ്. 7 മേജർ കോണ്ടിനെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. 1 ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക, ഓസ്ട്രേലിയ, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, അതുപോലെ അന്റാർട്ടിക്ക. ഇനി ഓഷ്യൻസ് നോക്കുകയാണെങ്കിൽ ഓഷ്യൻസിൽ പ്രധാനമായിട്ട് പസഫിക് ഓഷ്യൻ, നോർത്ത് സൗത്ത് നോക്കുന്നില്ല, പസഫിക് ഓഷ്യൻ, അറ്റ്ലാന്റിക് ഓഷ്യൻ, ആർട്ടിക് ഓഷ്യൻ, ഇന്ത്യൻ ഓഷ്യൻ, അതുപോലെ സദേൺ ഓഷ്യൻ. സോ ഇതാണ് പ്രധാനപ്പെട്ട 5 ഓഷ്യൻസും അതുപോലെ പ്രധാനപ്പെട്ട കോണ്ടിനെൻറ്റ്സും. സോ നമ്മൾ കണ്ടത് മെയിനായിട്ടും കോണ്ടിനെൻറ്റ്സിനെ കുറിച്ചാണ്. ഏതാണ് പ്രധാനപ്പെട്ട കോണ്ടിനെൻറ്റ്സ്, ഏതെല്ലാമാണ് പ്രധാനപ്പെട്ട ഓഷ്യൻ വാട്ടർ ബോഡീസ് എന്നാണ് നമ്മൾ കണ്ടത്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അറ്റ്മോസ്ഫിയറിനെ കുറിച്ചാണ്. നമുക്കറിയാം അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഒരു ലെയർ ഓഫ് ഗ്യാസസ് ആണ്, അല്ലെങ്കിൽ ഒരു തിൻ ലെയർ ഓഫ് ഗ്യാസസ് ആണ്. നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ വലയം ചെയ്തിരിക്കുന്ന ഒരു തിൻ ലെയർ ഓഫ് ഗ്യാസസ് ആണ് നമ്മൾ പറയുന്നത് അറ്റ്മോസ്ഫിയർ എന്ന്. സോ ഈ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അറ്റ്മോസ്ഫിയർ നമുക്ക് ശ്വസിക്കുന്നതിനുള്ള വായു നൽകുന്നു. അതുകൂടാതെ ഹാംഫുൾ ആയിട്ടുള്ള അൾട്രാ വയലറ്റ് രശ്മികളുണ്ട് സൂര്യനിൽ നിന്ന് വരുന്ന. ഈ രശ്മികളിൽ നിന്ന് നമുക്ക് പ്രധാനമായിട്ടും പ്രൊട്ടക്ഷൻ തരുന്നതും അറ്റ്മോസ്ഫിയർ തന്നെയാണ്. അപ് ടു 1600 കിലോമീറ്റർ, ഏകദേശം 1600 കിലോമീറ്റർ വരെയാണ് നമ്മൾ അറ്റ്മോസ്ഫിയർ കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. സോ ഇതിന് പ്രധാനമായിട്ടും 5 ലെയേഴ്സാണുള്ളത്. ടെമ്പറേച്ചർ അല്ലെങ്കിൽ നമ്മുടെ അറ്റ്മോസ്ഫിയർ ലെയേഴ്സിനുള്ള ടെമ്പറേച്ചറിൻ്റെ അടിസ്ഥാനത്തിൽ, അതുപോലെ തന്നെ അതിൽ എന്തെല്ലാം ഘടകങ്ങളാണ് അടങ്ങിയിരിക്കുന്നത് എന്നുള്ള അടിസ്ഥാനത്തിൽ, അതുകൂടാതെ എന്തെല്ലാം സ്വഭാവങ്ങളാണ് അല്ലെങ്കിൽ എന്തെല്ലാം ഫങ്ഷൻസ് ആണ് ഓരോ ലെയേഴ്സും ചെയ്യുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ലെയേഴ്സ് തരംതിരിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ലെയറാണ് ട്രോപ്പോസ്ഫിയർ, സെക്കൻഡ് സ്ട്രാറ്റോസ്ഫിയർ, ദെൻ മീസോസ്ഫിയർ, തെർമോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ. സോ ഈ ഓരോ ലെയേഴ്സിനെ പറ്റിയുള്ള എക്സ്പ്ലനേഷൻസ് നമ്മൾ കമ്മിങ് ചാപ്റ്റേഴ്സിൽ നോക്കുന്നതായിരിക്കും. ബട്ട് ഇവിടെ ഇത്രയും മനസ്സിലാക്കിയിരിക്കുക, അറ്റ്മോസ്ഫിയറിന് പ്രധാനമായിട്ടും 5 ലെയേഴ്സാണുള്ളത്.
ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ. സോ ഇത് പ്രധാനമായിട്ടും അതിൻ്റെ താപനിലയിലുള്ള വ്യത്യാസം, അതുപോലെ അതിൻ്റെ കമ്പോസിഷൻ, അതിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ, അതിലുള്ള വ്യത്യാസം, അതുപോലെ അതിൻ്റെ ഓരോ ഫങ്ഷൻസ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ്, ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അറ്റ്മോസ്ഫിയർ ലെയേഴ്സിനെ നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. അറ്റ്മോസ്ഫിയറിൽ പ്രധാനമായിട്ടുമുള്ള വായു, അതായത് നമുക്കറിയാം ഗ്യാസസ് എന്ന് പറയുന്നത് നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, ആർഗൺ ഉണ്ട്, ഹീലിയം ഉണ്ട്, ഇതുപോലെ ഒരുപാട് ഗ്യാസസ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലുണ്ട്. ഇതിൽ പ്രധാനമായിട്ടുള്ള 2-3 ഗ്യാസസിനെ കുറിച്ച് ഇവിടെ പറയുന്നത്, ഒന്ന് നൈട്രജൻ, അതായത് അറ്റ്മോസ്ഫിയറിലെ ഏകദേശം 78%, അതായത് ഭൂരിഭാഗവും അടങ്ങിയിരിക്കുന്നത് നൈട്രജനാണ്. പ്രധാനമായിട്ടും നമുക്ക് ഗ്രോത്ത്, അതായത് ജീവനുള്ള എല്ലാ ജീവികളുടെയും ഗ്രോത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നൈട്രജൻ ഒരു അത്യാവശ്യ ഘടകമാണ്. അതുകൂടാതെ ഓക്സിജൻ, നമുക്കറിയാം ഓക്സിജൻ പ്രധാനമായിട്ടും ശ്വസിക്കുന്നതിന് മനുഷ്യനും അതുപോലെ മൃഗങ്ങൾക്കും ശ്വസിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്, ഓക്സിജൻ ആണ് യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ കാർബൺ ഡൈ ഓക്സൈഡ് പ്രധാനമായിട്ടും ഹീറ്റ് അബ്സോർബ് ചെയ്യുകയാണ്. അതായത് നമ്മുടെ എർത്ത്, സൂര്യനിൽ നിന്നുള്ള രശ്മികൾ ഭൂമിയിൽ പതിച്ചതിന് ശേഷം ആ രശ്മികൾ അല്ലെങ്കിൽ ആ ചൂട് എർത്ത് തിരിച്ച് അറ്റ്മോസ്ഫിയറിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ റേഡിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ തിരിച്ച് ഭൂമിയിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികളെ അല്ലെങ്കിൽ ഹീറ്റിനെ അല്ലെങ്കിൽ ആ ചൂടിനെ അബ്സോർബ് ചെയ്യുക എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രധാനപ്പെട്ട ഒരു കടമയാണ്. സോ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഈ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത്. സോ ഇങ്ങനെ അബ്സോർബ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ പ്ലാനറ്റിനെ അല്ലെങ്കിൽ എർത്തിനെ എന്ത് ചെയ്യുന്നു, ഇത് വാം ആക്കി വെക്കുന്നു, അല്ലെങ്കിൽ ഒരു ടെമ്പറേച്ചർ ബാലൻസ് ചെയ്യുന്നത് ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രസൻസ് ആണ്. അല്ലെങ്കിൽ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ലാതിരുന്നൊരു സിറ്റുവേഷനിൽ നമ്മുടെ എർത്ത് ഒരിക്കലും അത്യാവശ്യത്തിന് ചൂടുണ്ടായിരിക്കില്ല, അതെപ്പോഴും ഒരു കൂളിംഗ് അവസ്ഥയിലായിരിക്കും അല്ലെങ്കിൽ വളരെയധികം തണുത്ത അവസ്ഥയിലായിരിക്കും കാണപ്പെടുന്നത്. സോ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം, ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഹീറ്റ് അബ്സോർബ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കാർബൺ ഡൈ ഓക്സൈഡ്. നമുക്കറിയാം ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്ലാന്റ്സ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അക്സെപ്റ്റ് ചെയ്യുന്നത്, അതുപോലെ അബ്സോർബ് ചെയ്തതിന് ശേഷം ഓക്സിജൻ ആണ് റിലീസ് ചെയ്യുന്നത്. ഈ ഓക്സിജൻ ആണ് നമ്മൾ മനുഷ്യനാകട്ടെ മൃഗങ്ങളാകട്ടെ ശ്വസിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. സോ കാർബൺ ഡൈ ഓക്സൈഡ് വളരെ പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ് അറ്റ്മോസ്ഫിയറിൽ വഹിക്കുന്നത്. സോ ഇതാണ് പ്രധാനപ്പെട്ട ഗ്യാസസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് നോക്കാം ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത എന്താണെന്ന്. സോ ഈ സാന്ദ്രത ഏറ്റവും കൂടുതലുള്ളത് സീ ലെവലിലാണെന്നാണ് പറയുന്നത്. മാക്സിമം സീ ലെവലിലാണ്. നമ്മൾ സമുദ്രത്തിൽ നിന്ന് അല്ലെങ്കിൽ താഴെ നിന്ന് മുകളിലോട്ട് അറ്റ്മോസ്ഫിയറിന് മുകളിലോട്ട് പോകും തോറും ഈ സാന്ദ്രത കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്, നമുക്കറിയാം മൗണ്ടനിയേഴ്സ് അല്ലെങ്കിൽ ക്ലൈംബേഴ്സ്, മൗണ്ടൻ അല്ലെങ്കിൽ മല കയറുന്നതിന് വേണ്ടിയിട്ടെല്ലാം പോകുന്ന ആളുകൾ പ്രധാനമായിട്ടും ബ്രീത്തിങ് പ്രോബ്ലംസ് ഉണ്ടാകും. നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വളരെ ഉയരം കൂടിയ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വലിയ മലകളോ എന്തെങ്കിലും കയറുന്ന സമയത്ത് നമുക്ക് ശ്വസിക്കുന്നതിനുള്ള ശ്വാസം എടുക്കുന്നതിനുള്ള ചെറിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അറ്റ്മോസ്ഫിയറിൻ്റെ സാന്ദ്രത മുകളിലോട്ട് പോകുന്തോറും കുറഞ്ഞു വരുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ ക്ലൈംബേഴ്സ് എല്ലാം എന്ത് ചെയ്യുന്നത്, അവർക്ക് ശ്വസിക്കുന്നതിനായിട്ടുള്ള എക്സ്ട്രാ ഓക്സിജൻ അവരുടെ കയ്യിൽ കരുതുന്നത്. സോ ഇതിനെയാണ് ഡെൻസിറ്റി പ്രധാനമായിട്ടും സമുദ്രനിരപ്പിൽ നിന്ന് മുകളിലോട്ട് പോകും തോറും എന്താകുന്നു, കുറഞ്ഞു വരുന്നു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ടെമ്പറേച്ചർ അല്ലെങ്കിൽ താപനിലയിലുള്ള വ്യത്യാസം നോക്കുകയാണെങ്കിൽ, നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ സമുദ്രനിരപ്പിൽ നിന്ന് മുകളിലോട്ട് പോകുന്തോറും അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിൻ്റെ ലെയർ പാസ് ചെയ്യുമ്പോൾ നമുക്ക് ടെമ്പറേച്ചർ എന്ത് ചെയ്യാണ്, കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. നമ്മൾ മുകളിലോട്ട് പോകുന്തോറും ടെമ്പറേച്ചർ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. നമുക്കറിയാം നമ്മൾ ഒരു മലയുടെ താഴ്വാരത്ത് നിൽക്കുമ്പോൾ ഉള്ളതിനേക്കാളും കുറഞ്ഞ താപനില അല്ലെങ്കിൽ വളരെയധികം തണുപ്പായിരിക്കും നമ്മൾ മുകളിലോട്ട് പോകുന്തോറും അനുഭവപ്പെടുന്നത്. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ടെമ്പറേച്ചർ മെയിനായിട്ടും ഡെൻസിറ്റി കുറയുന്നത് പോലെ തന്നെ ടെമ്പറേച്ചറും കുറയുകയാണ് ചെയ്യുന്നത് നമ്മൾ അറ്റ്മോസ്ഫിയറിൻ്റെ മുകളിലോട്ട് പോകുന്തോറും. അതുകൂടാതെ പ്രഷർ എന്നും പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ അറ്റ്മോസ്ഫിയറിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിൽ ഈ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഈ ലെയർ ഓഫ് ഗ്യാസസിന് ഒരു ചെറിയ ഭാരമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അറ്റ്മോസ്ഫിയർ ഒരു ചെറിയൊരു പ്രഷർ അല്ലെങ്കിൽ ഒരു മർദ്ദം നമ്മുടെ ഭൂമിക്ക് മുകളിൽ ഏൽപ്പിക്കുന്നുണ്ട്. ഈ ഇതാണ് നമ്മൾ പ്രഷർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഒരു ചെറിയൊരു മർദ്ദം അറ്റ്മോസ്ഫിയർ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഭൂമിക്ക് മുകളിൽ അല്ലെങ്കിൽ നമ്മൾ അതിന് മുകളിലുള്ള ജീവികളുടെ മേളിൽ ഒരു ചെറിയ പ്രഷർ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ബട്ട് നമുക്കത് ഫീൽ ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. സോ ഈ എയർ
പ്രധാനമായിട്ടും ഹൈ പ്രഷർ ടു ലോ പ്രഷർ, അതായത് ചില സ്ഥലങ്ങളിൽ ഇത് ഹൈ പ്രഷർ ആകാം, ചില സ്ഥലങ്ങളിൽ ഇത് ലോ പ്രഷർ ആകാം. സോ എങ്ങനെയാണ് ഹൈ പ്രഷർ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ലോ പ്രഷർ ഉണ്ടാകുന്നത് എന്നെല്ലാം നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ അല്ലെങ്കിൽ വരും ക്ലാസ്സുകളിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. ബട്ട് ഇവിടെ മനസ്സിലാക്കിയിരിക്കുക, എയർ എപ്പോഴും മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ എയർ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നത് ഹൈ പ്രഷറിൽ നിന്നും ലോ പ്രഷറിലേക്കായിരിക്കും. ഒരിക്കലും എയർ ലോ പ്രഷറിൽ നിന്നും ഹൈ പ്രഷറിലേക്ക് മൂവ് ചെയ്യില്ല. സോ മൂവ് ചെയ്യുന്ന എയറിനെയാണ് നമ്മൾ കാറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബട്ട് എപ്പോഴും ഓർക്കുക, കാറ്റ് എല്ലാ ദിശയിലേക്കും സഞ്ചരിക്കില്ല. ഹൈ പ്രഷറുള്ള ഏരിയയിൽ നിന്നും ലോ പ്രഷറുള്ള ഏരിയയിലേക്ക് മാത്രമാണ് കാറ്റ് സഞ്ചരിക്കുക. സോ വിൻഡ് എന്ന് പറയുന്നത് മൂവ്മെന്റ് ഓഫ് എയർ ആണ്. എയർ മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ എയർ ചലിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വിൻഡ് എന്ന് പറയുന്നത്. സോ ഈ വിൻഡ് ചലിക്കുന്നത് ഒരു പ്രത്യേക ഡയറക്ഷനിലാണ്, അതായത് ഹൈ പ്രഷറിൽ നിന്നും ലോ പ്രഷറിലേക്ക്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. കമ്മിങ് ചാപ്റ്റേഴ്സിൽ നമ്മൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഈ കാര്യം മാത്രം മറക്കാതിരിക്കുക. സോ വിൻഡ് എന്ന് പറയുന്നത് മൂവ്മെന്റ് ഓഫ് എയർ ആണ്. ഇത് മൂവ് ചെയ്യുന്നത് ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലോട്ടാണ്. ബട്ട് അറ്റ്മോസ്ഫിയറിൽ നിന്ന് നമ്മൾ അതായത് സമുദ്രനിരപ്പിൽ നിന്ന് മുകളിലോട്ട് പോകും തോറും പ്രഷർ കുറഞ്ഞാണ് വരുന്നത്, ഡെൻസിറ്റിയും കുറഞ്ഞാണ് വരുന്നത്. സോ ഇതാണ് പ്രധാനമായിട്ടും പ്രഷർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ ഒരു പ്രഷർ ഭൂമിക്ക് മേളിൽ അല്ലെങ്കിൽ ഒരു മർദ്ദം ഏൽപ്പിക്കുന്നുണ്ട്. ഈ മർദ്ദത്തെയാണ് നമ്മൾ പ്രഷർ എന്ന് പറയുന്നത്. എയർ എപ്പോഴും മൂവ് ചെയ്യുന്നത് ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലോട്ടാണ്. ബട്ട് ഈ പ്രഷർ എപ്പോഴും ടെമ്പറേച്ചറുമായിട്ട് റിലേറ്റഡ് ആണ്. അത് നമുക്ക് വരുന്ന ചാപ്റ്റേഴ്സിൽ പഠിക്കാവുന്നതാണ്. ദെൻ ബയോസ്ഫിയറിനെ കുറിച്ച് ഓൾറെഡി ഞാൻ ഫസ്റ്റ് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ലിത്തോസ്ഫിയറും ഹൈഡ്രോസ്ഫിയറും അതുപോലെ അറ്റ്മോസ്ഫിയറും കൂടെ കൂടിയ ഈ 3 ഘടകങ്ങളും കൂടിച്ചേരുന്ന ഒരു ബയോസ്ഫിയർ എന്ന് പറയുന്നത് മെയിനായിട്ടും ലിത്തോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ അതുപോലെ അറ്റ്മോസ്ഫിയർ, ഈ 3 ഘടകങ്ങളും കൂടെ കൂടിച്ചേരുന്ന ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ ബയോസ്ഫിയർ എന്ന് പറയുന്നത്. സോ നമുക്കറിയാം, ബയോസ്ഫിയർ ഉള്ളിടത്ത് മാത്രമാണ് അല്ലെങ്കിൽ ബയോസ്ഫിയറിൽ മാത്രമാണ് പ്രധാനമായിട്ടും ജീവനുള്ള വസ്തുക്കളുള്ളത്. സോ ജീവനുള്ളവയെ നമ്മൾ പ്രധാനമായിട്ടും 2ആയിട്ട് തരംതിരിക്കുന്നുണ്ട്, അനിമൽ കിങ്ഡം ആൻഡ് പ്ലാന്റ് കിങ്ഡം. സോ അനിമൽ കിങ്ഡത്തിനകത്ത് മനുഷ്യനും മറ്റു മൃഗങ്ങളും ഉൾപ്പെടുന്നു, പ്ലാന്റ് കിങ്ഡത്തിനകത്ത് സസ്യലതാദികൾ ഉൾപ്പെടുന്നു. ദെൻ ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പോർഷനിൽ പൊല്യൂഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പൊല്യൂഷനിൽ പ്രധാനമായിട്ട് നമ്മളിവിടെ കാർബൺ ഡൈ ഓക്സൈഡ് പൊല്യൂഷൻ അതുപോലെ ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ പ്രധാനമായിട്ടും കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ചെയ്യുന്നതിലൂടെ, അതായത് നമ്മൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അമിതമായിട്ടുള്ള എമിഷൻ ഉണ്ടാകുന്നപോലെ അമിതമായിട്ട് റിലീസ് ചെയ്യുന്നതിലൂടെ അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുകയും അതിൻ്റെ ഫലമായിട്ട് അറ്റ്മോസ്ഫിയർ പൊല്യൂട്ട് ആവുകയും ചെയ്യുന്നു. സോ ഇങ്ങനെ പൊല്യൂട്ടായി, അതായത് പ്രധാനമായിട്ടും കാർബൺ ഡൈ ഓക്സൈഡ് കൊണ്ട് പൊല്യൂട്ട് ആവുകയാണെങ്കിൽ ഈ കാർബൺ ഡൈ ഓക്സൈഡ് എക്സസ് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു. അതുപോലെ ഈ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നതിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്യുന്ന ഈ ഹീറ്റ് നമ്മുടെ ഭൂമിയെ വലയം ചെയ്ത് തന്നെ കാണപ്പെടുന്നു. ഇതിൻ്റെ ഫലമായിട്ട് കൂടുതൽ ടെമ്പറേച്ചർ നമുക്ക് അനുഭവപ്പെടുന്നു അല്ലെങ്കിൽ കൂടുതൽ ചൂട് നമുക്ക് അനുഭവപ്പെടുന്നു. ഇതിനെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. സോ ഈ ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റേഴ്സിലെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ എന്താണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ പൊല്യൂഷൻ ഉണ്ടാകുന്നത് പ്രധാനമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമിഷൻ കൊണ്ടുണ്ടാകുന്ന പൊല്യൂഷനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇത് പൊല്യൂഷൻ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും അതുപോലെ സസ്യലതാദികളുടെയും ജീവൻ്റെ നിലനിൽപ്പിനായിട്ട് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണെന്നാണ് പറയുന്നത്. സോ പൊല്യൂഷൻ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനുഷ്യർ മുൻകൂട്ടി കാണുകയും അത് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. സോ അതുപോലെ ഗ്ലോബൽ വാർമിംഗ് എന്താണെന്ന് കണ്ടു. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ് ഹീറ്റ് അബ്സോർബ് ചെയ്യുക എന്ന് പറയുന്നത്. സോ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എക്സസ് റിലീസ് അറ്റ്മോസ്ഫിയറിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഒരുപാട് ഹീറ്റ് അത് അബ്സോർബ് ചെയ്യും. സോ ഇങ്ങനെ കൂടുതൽ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നതിലൂടെ എന്ത് സംഭവിക്കും, ഗ്ലോബലിൽ കൂടുതൽ അല്ലെങ്കിൽ ഈ അറ്റ്മോസ്ഫിയറിൽ കൂടുതൽ ചൂട് അനുഭവപ്പെടും. ഇതിനാണ് നമ്മൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. സോ ഈ ചാപ്റ്ററിൽ നമ്മൾ കണ്ടത് പ്രധാനമായിട്ടും എർത്തിൻ്റെ കമ്പോണൻസിനെ കുറിച്ചാണ്. എർത്തിൻ്റെ കമ്പോണൻസ് നമ്മൾ കണ്ടു, ലിത്തോസ്ഫിയർ എന്താണെന്ന്, അതുപോലെ കോണ്ടിനെൻറ്റ്സ് എന്താണെന്ന് കണ്ടു, വാട്ടർ ബോഡീസ് ഏതൊക്കെയാണെന്ന് കണ്ടു, അതുകൂടാതെ അറ്റ്മോസ്ഫിയർ എന്താണെന്ന് കണ്ടു, ദെൻ ബയോസ്ഫിയർ എന്താണെന്ന് കണ്ടു. സോ നെക്സ്റ്റ് ചാപ്റ്റേഴ്സിൽ ഈ ഘടകങ്ങളെക്കുറിച്ചെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ ചാപ്റ്റേഴ്സ് എല്ലാം കാണുക. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ മറ്റ് ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഈ ചാപ്റ്റേഴ്സിനെ സംബന്ധിച്ചുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പ്ലേസ് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും ഞാനതിൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും. താങ്ക് യു.